ഹരിയാനയിൽ പോളിംഗ് തുടരുന്നു. 9 മണിവരെ 9.53% പോളിംഗ് രേഖപ്പെടുത്തി. 90 മണ്ഡലങ്ങളിൽ ആണ് ജനവിധി തേടുന്നത്. സംസ്ഥാനത്താകെ 20,629 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച ജമ്മു കാശ്മീരിലെ വോട്ടുകൾ എണ്ണുന്നതിനൊപ്പം തന്നെ ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാകും. വിവരങ്ങളുമായി ഹരിയാനയിലെ സോണിപത്തിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, പോളിംഗ് സമാധാനപരമായി പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. 9 മണിവരെ 10% വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, രാവിലെ 7 മണിക്ക് തന്നെ പോളിംഗ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഏതാണ്ട് 32ഓളം പോളിംഗ് ബൂത്തുകളിൽ പോളിംഗ് സാമഗ്രികൾ, മെഷീനുകൾ പ്രശ്നമായതിനെ തുടർന്ന് അല്പസമയം വൈകിയാണ് അവിടെ പോളിംഗ് ആരംഭിച്ചത്. നിലവിൽ സംസ്ഥാനത്താകെ സമാധാനപരമായാണ് പോളിംഗ് മുന്നേറുന്നത്. പ്രമുഖരായിട്ട് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി, മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ അടക്കമുള്ള പ്രമുഖർ ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഒറ്റക്കെട്ടായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 90 മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത്. ആകെ 20,629 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ബി.ജെ.പിയും കോൺഗ്രസുമാണ് നേർക്കുനേർ നിന്ന് പോരാടുന്നത്. 10 വർഷത്തെ ബി.ജെ.പിയുടെ ഭരണം അത് ഒരു തുടർഭരണം ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ വളരെ വീറും വാശിയുമേറിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു കാണാൻ കഴിഞ്ഞത്. കോൺഗ്രസും സമാനമായ രീതിയിൽ 10 വർഷത്തെ ബി.ജെ.പിയുടെ ഭരണം അവസാനിപ്പിച്ച് പുതിയൊരു ഭരണം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കോൺഗ്രസും വാശിയേറിയ ഒരു പ്രചരണം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. അതേസമയം ഒരു സംസ്ഥാനത്ത് നിലവിലൊരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് കർഷക സമരം, അതേപോലെ തന്നെ ഗുസ്തി താരങ്ങളുടെ സമരം, അഗ്നിവീർ സംഭവങ്ങളൊക്കെ തന്നെ ബി.ജെ.പിക്ക് തിരിച്ചടിയാകുമെന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ മറ്റും വിലയിരുത്തുന്നത്. അതേസമയം ഇതിനെ മറികടക്കുവാൻ വേണ്ടി ഹരിയാനയുടെ സമസ്ത വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ബി.ജെ.പി തെരഞ്ഞെടുപ്പ് പത്രിക പുറത്തിറക്കുകയുണ്ടായി. ഇതിൽ അഗ്നിവീറുകൾക്ക് സർക്കാർ ജോലി ഉറപ്പാക്കുന്നു. മാത്രമല്ല 24 നാണ്യവിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. അതേപോലെ തന്നെ സർക്കാർ മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് SC, ST, OBC വിഭാഗങ്ങൾക്ക് സ്കോളർഷിപ്പ്, അതേപോലെ തന്നെ അവർക്ക് ഗ്രാമങ്ങളിൽ നിന്നും കോളേജുകളിലേക്ക് പഠിക്കുവാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂട്ടർ അടക്കം നൽകുന്ന പദ്ധതികൾ യുവാക്കളെ കേന്ദ്രീകരിച്ച് ബി.ജെ.പി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും ലഡോ ലക്ഷ്മി യോജന പ്രകാരം പ്രതിമാസം 2,100 രൂപയുടെ ധനസഹായമാണ് ബി.ജെ.പി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചിരിയുവായുഷ്മാൻ പദ്ധതി പ്രകാരം പ്രതിവർഷം ലഭിക്കുന്ന 5 ലക്ഷം രൂപയുടെ ധനസഹായം, ഇൻഷുറൻസ് പരിരക്ഷ, അത് 10 ലക്ഷം രൂപയായി ഉയർത്തുമെന്നുള്ളതും ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനമാണ്. അതായത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന അടവുകളെ ഒരു പടി മുന്നിൽ കയറി നിന്നുകൊണ്ട് വെട്ടുകയാണ് ബി.ജെ.പി. ഈ അഗ്നിവീർ പദ്ധതി അടക്കം കോൺഗ്രസ് വലിയ രീതിയിൽ മറ്റൊരു തരത്തിൽ പ്രചരണം അല്ലെങ്കിൽ ബി.ജെ.പിക്കെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കിയിരുന്നു. അഗ്നിവീറുകൾ 4 വർഷത്തെ സർവീസുകൾ അവസാനിച്ച് തിരിച്ചെത്തുമ്പോൾ അവർക്ക് ജോലി ലഭിക്കില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ പ്രചരണം. അതിനെ മറികടക്കുവാൻ വേണ്ടിയാണ് ഹരിയാനയിലെ സർക്കാർ സർവീസുകളിൽ ഈ അഗ്നിവീറുകൾക്ക് ജോലി ഉറപ്പാക്കുന്ന പദ്ധതി ബി.ജെ.പി സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ കർഷക സമരത്തെ മറികടക്കുവാൻ വേണ്ടി 24 നാണ്യവിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, പഞ്ചാബിൽ കർഷക സമരം അവിടെയാണ് ആരംഭിച്ചതെങ്കിലും അതിൻ്റെ അലയൊലികൾ ഹരിയാനയിലുമുണ്ട്. ഹരിയാനയിലും ഒരു വിഭാഗം കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു പിൻബലത്തിൽ ചില കർഷക സംഘടനകൾ ചേർന്നുകൊണ്ട് ഹരിയാനയിലും ഇത്തരം നരേന്ദ്രമോദി സർക്കാരിനെതിരെ കർഷക സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെ മറികടക്കുവാൻ വേണ്ടിയാണ് 24 നാണ്യവിളകൾക്ക് പ്രത്യേകമായി ഈ താങ്ങുവില പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നത്. ഒപ്പം സ്ത്രീകളായ വോട്ടർമാരെ കയ്യിലെടുക്കുന്നതിനായി 2,100 രൂപ പ്രതിമാസ ധനസഹായവും ബി.ജെ.പി സർക്കാർ പ്രഖ്യാപിച്ചു. അങ്ങനെ ബി.ജെ.പി ഒരുപടിയിൽ മുന്നിൽ നിന്ന് പ്രചരണം നടത്തുമ്പോൾ ഭരണവിരുദ്ധ വികാരം തങ്ങളെ തുണയ്ക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് പ്രധാനമായും കോൺഗ്രസിനുള്ളത്. ഒപ്പം തന്നെ INLD, ഹരിയാനയിൽ ഒരു തിരിച്ചുവരവ് INLD ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ തവണ 10 മണ്ഡലങ്ങളിൽ INLDക്ക് വിജയിക്കാനായി. ഇത്തവണ വാശിയേറിയ മത്സരമാണ് INLD കാഴ്ചവെക്കുന്നത്. ഒപ്പം തന്നെ ജെ.ജെ.പി 10 മണ്ഡലങ്ങളിൽ ജയിച്ചിരുന്നു. INLDക്ക് 2 മണ്ഡലങ്ങൾ മാത്രമായിരുന്നു ജയിക്കാനായത്. ഇത്തവണ കൂടുതൽ മണ്ഡലങ്ങൾ INLD ലക്ഷ്യമിടുന്നു. INLDയും BSPയും സഖ്യമായി മത്സരിക്കുന്നു. ഒപ്പം ജെ.ജെ.പിയുടെ കൂടെ ആസാദ് പാർട്ടിയും സഖ്യമായി മത്സരിക്കുന്നു. CPM കോൺഗ്രസിനൊപ്പം ചേർന്ന് സഖ്യമായാണ് മത്സരിക്കുന്നത്. ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിനൊപ്പം CPMന് മത്സരിക്കാനായത്. ഒരു സീറ്റിൽ അവിടെ ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥി ഓം പ്രകാശാണ്. ഭവാനി സീറ്റിൽ അവിടെ വാശിയേറിയ മത്സരം അവിടെയും നടക്കുന്നു. അങ്ങനെ കടുത്ത മത്സരമാണ്
ഹരിയാനയിലെ 90 മണ്ഡലങ്ങളിലും നടക്കുന്നത്. അതേസമയം കഴിഞ്ഞ വർഷത്തെ പോളിംഗ് ശതമാനം പരിശോധിച്ചാൽ 68%, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 68% തികയ്ക്കാൻ ആയില്ല എന്നുള്ളത് വസ്തുതയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ബൂത്തുകളിൽ ഒന്നും വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് സംസ്ഥാനത്ത് ഉടനീളമുള്ള പോളിംഗ് ബൂത്തുകളിലും കാണാൻ കഴിയുന്നത്. ഏതായാലും 6 മണി വരെയാണ് പോളിംഗ് സമയം. വിനോദ്.